C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അത്രയ്ക്ക് വാശി കാണിച്ചിട്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യം എന്താ? അവള് നമ്മുടെ മോനെ വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഒരു പെണ്ണാണിനെ വേണ്ടാന്ന് പറഞ്ഞാല് അവളെ പിന്നെ വേണോന്ന് തോന്നും. അതാ ഇപ്പൊ നമ്മുടെ മോന് സംഭവിച്ചിരിക്കുന്നത്. ഇതുവരെ ഇവിടെ ഒരു മരുമോള വേണമെന്ന് പറഞ്ഞ് നീ ബലം പിടിച്ചു. അപ്പോഴൊക്കെ മുഖം തിരിച്ചു നിന്നവൻ ഇപ്പൊ ആദ്യമായിട്ടൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടതാ. ഇനി അവളെ സ്വന്തമാക്കാതെ അവൻ അടങ്ങിയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവൻ ഇക്കാര്യത്തിൽ എന്ത് പിന്തുണ വേണമെങ്കിലും ഞാൻ കൊടുക്കും. നിങ്ങളും നിന്നേ. വിജയകുമാർ വക്കീൽ വന്നപ്പോ പറഞ്ഞത് കേട്ടായിരുന്നല്ലോ. ആ വീട്ടിൽ അടുക്കളപ്പണി ചെയ്യുന്നത് പോലും അവളുടെ അച്ഛനാ. അങ്ങനെയുള്ളവൾ ഇവിടെ മരുമോളായിട്ട് വന്ന് കേറി കഴിഞ്ഞാലേ ഒരു ചായ പോലും ഉണ്ടാക്കാൻ അവളെ കിട്ടില്ല. അതിനാ ഇവിടെ ഒരു അടുക്കളക്കാരിയായി നിന്നെ വച്ചിരിക്കുന്നത്. നീ അവൾക്ക് വച്ചു വിളമ്പണം, അല്ലാതെ നിന്നെ ഊട്ടാനല്ല ഇവിടെ മരുമക്കള് കയറി വരുന്നേ. ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ അമ്മേ. എടാ, എന്റെ മരുമോളുടെ വീട്. ഇവിടേക്ക് വരുന്നതിന് പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? അല്ല, എന്നാലും അമ്മ വെറുതെ ഇങ്ങോട്ട് പോവാറില്ലല്ലോ. എങ്കിലേ വന്നതിന്റെ കാരണമൊക്കെ നീ അറിയ ഉടനെ. അങ്ങോട്ട് നടക്ക്. അമ്മേ, മോനും പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അമ്മയാണെന്നറിയാം. അതുകൊണ്ടാ അമ്മയോട് ചോദിക്കുന്നത്. ദിലീപ് മോനെ ഇങ്ങ് തന്നൂടെ? പെട്ടെന്നിങ്ങനെ ചോദിച്ചോണ്ട് എനിക്ക് എന്താ പറയണ്ടേന്നറിയില്ല. മോനിവിടെ ഇല്ലേ? ഇല്ല, അവൻ പ്രാക്ടീസിന് പോയിരിക്കുക. പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് നല്ല മിടുക്കനായ ഡോക്ടറാവും. പൈസയൊന്നും കൊടുത്തല്ലോ ഡോക്ടറായത്. നല്ല തലച്ചോറുള്ള കൂട്ടത്തിലല്ലേ? എന്റെ മോളും അങ്ങനെ തന്നെയാ. അവക്ക് പിന്നെ MBA മതിയെന്ന വാശിയായിരുന്നു. അല്ലെങ്കിൽ അവളും ഒരു ഡോക്ടറായനെ. അല്ലേടാ മോനെ? അല്ല, നീ എന്താടാ ഇങ്ങനെ വിളറി വെളുത്തിരിക്കുന്നേ? ഒന്നുമില്ല അമ്മ. ഈ കാര്യം എന്നോട് പോലും പറഞ്ഞില്ലല്ലോ. എടാ, പറയേണ്ടവരോടാ എല്ലാം പറയേണ്ടത്. അപ്പോഴേ മറ്റുള്ളവര് കേൾക്കാൻ പാടുള്ളൂ. എന്താ ഭാഗ്യം? അത് ശരിയാ. അപ്പോഴേ നമുക്ക് ഈ ബന്ധം അങ്ങ് നടത്താം. ജാതകമൊന്നും നോക്കേണ്ട ഒരു കാര്യമില്ല. നിന്റെ മോളെ ഞാൻ എടുത്തു, പകരം എന്റെ മോളെ നീ എടുത്തോ. ഞാൻ കുടിക്കാൻ ചായ എടുക്കാം. അതായിക്കോ. പക്ഷെ അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പിന്നെ മോനോടൊന്ന് ചോദിക്കണം. അത് മതി. എന്നാ പിന്നെ ചായ എടുത്തോ. ദീപെടുത്തി. എന്താ മോളെ? ഇത് കുടിക്കേ. ഞാനങ്ങനെ രാത്രിയില് പാല് കുടിക്കാറില്ല. ഞാൻ സ്നേഹത്തോടെ കൊണ്ടുവന്നല്ലേ, അപ്പൊ പിന്നെ വേണ്ടെന്ന് പറയരുത്. എനിക്ക് രാത്രി പാല് വേണമെന്ന് ആരാ പറഞ്ഞേ? ആരും പറഞ്ഞതൊന്നുമല്ല, എനിക്ക് അങ്ങനെ തോന്നി. കുടിക്കേ. ഞാനൊരു ഗ്ലാസ് കുടിച്ചു. ഇപ്പൊ ഞാൻ എന്ത് കുടിച്ചാലും കഴിച്ചാലും അതൊക്കെ ചേച്ചിക്കും തരണമെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നെ. കുടിക്കേ. പിന്നെ ദിലിയേട്ടൻ വിളിക്കുകയോ മറ്റോ ചെയ്തിരുന്നോ? ഇല്ല. ആള് ഫോൺ ചെയ്യാനൊക്കെ കുറച്ച് പിശുക്കുള്ള കൂട്ടത്തിലാണല്ലേ? അങ്ങനെയൊന്നും ആരെയും വിളിക്കാറില്ല. എന്നുവെച്ചാ വലിയ പഠിപ്പിസ്റ്റല്ലേ, അതുകൊണ്ടല്ലേ എൻട്രൻസിനൊക്കെ പെട്ടെന്ന് അഡ്മിഷൻ കിട്ടിയത്. ചെറുപ്പം മുതലേ നന്നായി പഠിക്കുമായിരുന്നോ? ഞങ്ങള് 3 പേരിലും ഏറ്റവും നന്നായി പഠിക്കുന്നത് ഏട്ടനായിരുന്നു. 10th പ്രീ ഡിഗ്രിക്കൊക്കെ നല്ല മാർക്കായിരുന്നോ? SSLCക്ക് സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഏട്ടനായിരുന്നു. പ്രീ ഡിഗ്രിക്കും നല്ല മാർക്കോടെ പാസ്സായത്. അപ്പൊ തന്നെ എൻട്രൻസ് എഴുതി കിട്ടുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞ ആള് ബ്രില്യന്റ് അല്ലേ? ദേ, ഞാൻ എൻട്രൻസ് എഴുതാതിരുന്നതുകൊണ്ടാ എനിക്ക് കിട്ടാതിരുന്നത്. 10th എനിക്ക് എല്ലാത്തിനും A+ ആയിരുന്നു. എന്ന് വെച്ചാ പഠിത്തത്തില് ദിലിയേട്ടനേക്കാളും ഒട്ടും പിന്നിലല്ല ഞാൻ. പിന്നെ ഞാൻ ഡോക്ടർ ആയില്ല, അത്രേ ഉള്ളൂ.
ബാക്കിയോട് കുടിക്കേ. എനിക്കിത്രയും വേണ്ട. ഇത് ഒരുപാടുണ്ടല്ലോ മോളെ. അതൊന്നും സാരില്ല ഏട്ടത്തി. ഇനിയിപ്പോ എല്ലാ രാത്രിയിലും ഏട്ടത്തിക്ക് ഞാനൊരു ഗ്ലാസ് പാല് കൊണ്ടുതരും. അത് ഏട്ടത്തി കുടിക്കണം. ഈ രാത്രിയിൽ പാല് കുടിക്കുന്നതേ ഉറക്കത്തിന് നല്ലതാ. അതൊന്നും ഡോക്ടർ ഏട്ടൻ പറഞ്ഞു തന്നിട്ടില്ലേ? എന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഡോക്ടർ ഈ വീട്ടിലുണ്ടാവണമെന്ന്. ജേട്ടനായിരുന്നു അക്കാര്യത്തിൽ അമ്മയുടെ പ്രതീക്ഷ. പിന്നെ ആള് ചെറുപ്പത്തിലെ വലിയ ബിസിനസ്സുകാരനായല്ലോ, അതുകൊണ്ട് നടന്നില്ല. ഇനിയിപ്പോ മരുമോനെങ്കിലും അങ്ങനെ വേണമെന്ന് അമ്മ കരുതിയെങ്കിൽ അതിൽ തെറ്റ് പറയാൻ പറ്റുമോ? ദിലീപേട്ടന്റെ മനസ്സിൽ എന്താന്ന് എനിക്കറിയില്ല മോളെ. എന്തായാലും ഏട്ടത്തിയുടെ അമ്മയും അനിയത്തിയൊക്കെ പറഞ്ഞ ദിലിയേട്ടൻ അതേ കേൾക്കത്തുള്ളൂ. അതെനിക്കറിയാം. പാല് കുടിച്ചില്ല? വേണ്ടാത്തോണ്ടാ. കുടിച്ചാ ചിലപ്പോ ഓക്കാനം വരും. അയ്യോ, എങ്കി വേണ്ട, എങ്കി തന്നെ ബാക്കി ഞാൻ കുടിച്ചോളാം. ദിലിയേട്ടനോട് സംസാരിക്കുമ്പോ എന്നെ കുറിച്ച് പൊക്കി പറയണേ. ഞാൻ അമ്മയെ പോലെ ഇത്തിരി ചൂടുള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷെ അതൊക്കെ തെറ്റായി പോയെന്ന് എനിക്ക് മനസ്സിലായി. ഇനി കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളെ പോലെ ഞാൻ സംസാരിക്കുകയും പെരുമാറും ഒക്കെ ചെയ്യുള്ളൂ. ഏട്ടത്തിയോട് ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി പറയാ. അതും എണ്ണി ചുട്ട അപ്പം പോലെ ഇത്തിരി ചക്രമല്ലേ ഉള്ളൂ. അതും കൊണ്ട് എങ്ങനെ ലാവിഷായിട്ട് ജീവിക്കും? എന്നാ പിന്നെ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങാന്ന് അമ്മായിയും ചാരുവും കരുതി കാണും. ചാരുവിന്റെ കല്യാണം കഴിയുന്നവരെ എന്തായാലും അവക്കൊരു 101 പവനും ഒരു 10-25 ലക്ഷത്തിന്റെ കാറും പിന്നെ കുറച്ച് ബാങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് അളിയനെ മയപ്പെടുത്താൻ വേണ്ടി അവളെ സ്നേഹിക്കുമായിരിക്കും. അങ്ങനെയൊന്നും അമ്മ പേടിക്കുന്ന കൂട്ടത്തിലല്ല. അമ്മ ഇങ്ങോട്ട് വരുന്നത് വരെ ചാരുവിന് നമ്മളെക്കാളും ദേഷ്യമായിരുന്നു ദീപയോട്. വന്നതിന് ശേഷവും അങ്ങനെയായിരുന്നു. പെട്ടെന്നായിരുന്നു ഇങ്ങനൊരു മാറ്റം. അതും ജയേട്ടനുമായിട്ട് അവളുടെ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം. എന്തോ ഒരു രഹസ്യം അമ്മ അവളോട് കൈമാറിയിട്ടുണ്ട്. അത് പക്ഷേ നമ്മളോട് പറയുന്നില്ല. ഹേമേ അമ്മായിയുടെ മോള് തന്നെയല്ലേ? എന്നിട്ട് ഹേമയോടൊന്നും പറയുന്നില്ലെങ്കിൽ അതിനർത്ഥം അവളോടുള്ള സ്നേഹം ഹേമയോടില്ലെന്നല്ലേ? ഞാൻ കല്യാണം കഴിച്ചു പോയ പെൺകുട്ടിയാ. അപ്പൊ പിന്നെ എന്നോട് ഇത്തരം കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യം അവർക്കില്ലല്ലോ. എന്നാലും നീയൊന്ന് മനസ്സ് വെച്ചാ എല്ലാം പറയാതിരിക്കത്തില്ല. എന്തായാലും ഇതിനകത്ത് തുരപ്പം പണി നമ്മൾ ചെയ്യാൻ നിൽക്കണ്ട. അങ്ങനെ ചെയ്താ പിന്നെ മിക്കവാറും അവൻ തുരക്കും നമ്മളെ വെട്ടി മൂടാൻ. ആ ബുള്ളറ്റ്, നിങ്ങൾ ഈ ബുള്ളറ്റ് എന്ന് പറഞ്ഞോണ്ടിരുന്നോ? അവസാനം ഒരു ബുള്ളറ്റ് വാങ്ങാനുള്ള പൈസ പോലും നമ്മുടെ കയ്യിൽ കാണത്തില്ല. എനിക്കാണെങ്കിൽ ഇവിടെ നടക്കുന്ന പേക്കൂത്തൊക്കെ കണ്ടിട്ട് എന്നെ തന്നെ തല്ലാൻ തോന്നുവാ. തൽക്കാലം സഹിച്ചേ പറ്റൂ. നമ്മൾ അതിനെതിരെ പ്രതികരിച്ചാ നമ്മളോട് ഇറങ്ങിപ്പോവാൻ പറയും. അങ്ങനെ പറഞ്ഞ പോവായിരുന്നു. ഭർത്താവ് കാലണക്ക് ഗതിയുള്ളവനായിരുന്നെങ്കിൽ. എന്ത് ചെയ്യാനാ? ഇഷ്ടം പോലെ സ്ത്രീധനം തന്നാ കെട്ടിച്ചത്. പക്ഷെ അതോടെ എന്റെ ജീവിതം തീർന്നു. അല്ലെങ്കിൽ തീരത്തില്ലായിരുന്നു. അതിന്റെ പേരിൽ നമ്മൾ തമ്മിലൊരു വാക്ക് തർക്കം വേണോ? എടാ, നീ സ്നേഹിക്കുന്ന പെണ്ണുണ്ടല്ലോ, അവളെ കെട്ടാൻ പോകുന്ന ആരാന്ന് നിനക്കറിയോ? അതൊരു ഡോക്ടറാ. നിനക്കറിയാവുന്ന ഒരു ഡോക്ടർ. ആരാന്ന് ചോദിക്കേ. വേറെ ആരുമല്ലടാ, നിനക്ക് പ്രിയപ്പെട്ട ഒരു വക്കീലുണ്ടല്ലോ. നീയും നിന്റെ അച്ഛനും സകല കൊള്ളരുതായ്മകളും ചെയ്യുമ്പോ ജയിലിൽ നിന്ന് പുറത്തിറക്കാറില്ലേ ഒരുത്തൻ? കുടുംബം നോക്കാത്ത, കുട്ടികളെ നോക്കാത്ത ഒരുത്തൻ. അവന്റെ മോനാണ് ചാരുലത എന്ന പെൺകുട്ടിയെ കെട്ടാൻ പോകുന്നത്. അഡ്വക്കേറ്റ് വിജയകുമാറിന്റെ മകനോ? ആ അതെ, വിജയകുമാറിന്റെ മകനാണ് നീ പ്രേമിച്ച പെൺകുട്ടിക്ക് വരനാവാൻ പോകുന്നത്. ഒരു ഡോക്ടർ വന്നപ്പോ ജയിൽ പുള്ളിയായ നിന്നെ അവള് തള്ളിക്കളഞ്ഞു. എടാ, ആണാണെങ്കി പ്രേമിച്ച പെണ്ണിനെ കെട്ടിയിട്ട് 4 ആളുടെ മുന്നിലൂടെ നടക്കണവടാ. നീ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം ഇല്ലാതാക്കിയിട്ടുണ്ട്. ഷീബ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അതിക്രൂരമായിട്ടാണ് നീ കൊന്നത്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലടാ. ആണായാലും പെണ്ണായാലും
നിരപരാധികളെ തിരഞ്ഞുപിടിച്ച് ശിക്ഷിക്കാൻ എളുപ്പമാണ്. മെടുക്ക് കാട്ടേണ്ടത് ഇതുപോലുള്ള സ്ഥലങ്ങളിലല്ല. മോഹിച്ച പെണ്ണിനെ കെട്ടാൻ പറ്റാത്തവൻ സാധു പെൺകുട്ടികളെ വിരട്ടി നടന്നിട്ട് ഒരു കാര്യമില്ലടാ. പോകാനാ പറഞ്ഞത്. ആണുങ്ങൾ സംസാരിക്കുന്നിടത്തേക്ക് വന്നു പോരുത്. കാർത്തി, ഇനിയിപ്പോ നിനക്ക് അവളെ കിട്ടിയില്ലെങ്കിൽ അവളെ തട്ടിക്കൊണ്ടു വന്നെങ്കിലും നീ അവളുടെ കഴുത്തിൽ താലി കെട്ടണം. അങ്ങനെ താലി കെട്ടിയിട്ട് എന്താ കാര്യം? പെൺകുട്ടിക്ക് നമ്മളോട് ഇഷ്ടം തോന്നണം. അത് മാത്രമല്ല, പഴയതുപോലെ അങ്ങനെ തട്ടിക്കൊണ്ടുവന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്താൽ അവരുടെ പിന്നിലും ആൾക്കാരുണ്ട്. നമ്മുടെ പിന്നിൽ നിൽക്കുന്നതിനേക്കാൾ കരുത്തരായവർ. അത് ശരിയാ. പിന്നെ ഇപ്പൊ ഈ ബന്ധം അലസിക്കളയാൻ എന്താ ഒരു മാർഗം? ഒരു രക്ഷയില്ലെങ്കിൽ തട്ടിക്കളയണം. ആരെ? നമുക്ക് വിലങ്ങ് തടിയായി നിൽക്കുന്നവനെ, ആ ഡോക്ടറെ. ആ വീടിന്റെ നട്ടല്ല ഇനി അവൻ. വക്കീല് വില്ലേജ് ഓഫീസറുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞു. പഠിത്തം കഴിഞ്ഞിട്ട് വന്നവൻ പ്രാക്ടീസ് കഴിഞ്ഞാൽ നല്ലൊരു ഡോക്ടറാവും. എന്നുവെച്ചാ ആ വീടിന്റെ അത്താണിയാവും. എന്താ നിങ്ങളുടെ ഉദ്ദേശം? മനസ്സിലായില്ല. പെങ്ങളുടെ സ്വഭാവം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മയെ പകർത്തിയ അനിയത്തിയെന്ന് ദീപ് തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുത്തി എന്റെ തലയെ കെട്ടിവെച്ച് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാനാണോ നിങ്ങൾ നോക്കുന്നേ? എന്റെ ദിലീപേ, ഞാൻ ഇതിനകത്ത് നിരപരാധിയാണ്. നിങ്ങൾ കൂടുതല് നല്ല പിള്ളയൊന്നും ചമയണ്ട. നിങ്ങളും നിങ്ങളുടെ അമ്മയും കൂടിയുള്ള ഒത്തുകളിയായത്. എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ ഈ രീതിയിലൊന്നും സംസാരിക്കരുത്. പിന്നെ ഏത് രീതിയിലാ സംസാരിക്കേണ്ടത്? സ്വന്തം പെങ്ങളെ ഒരുമാതിരിപ്പെട്ട വീട്ടിലോട്ടൊന്നും പറഞ്ഞുവിടാൻ പറ്റത്തില്ലല്ലോ. അവളുടെ സ്വഭാവം ആ രീതിയിലാ. അതുകൊണ്ട് എന്റെ അനുജത്തി അവിടെ നിലനിർത്താൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യണം, അല്ലെ? ത്യാഗം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞോ? പിന്നെ നിങ്ങൾ അറിയാതെ ഇങ്ങനെ ഒരു ആലോചന വരുമോ? എന്റെ ദിലീപേ, എന്റെ അമ്മയുടെ മനസ്സിൽ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എല്ലാരും കൂടി ഒത്തോണ്ടുള്ള കളിയാ ഇത്. എന്റെ അമ്മയോടും ഏതു നേരം എന്നെ വിമർശിക്കുന്ന എന്റെ അനിയത്തിയോടും ഒക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കാരണവശാലും നടക്കില്ല. ദീപ എന്റെ അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. നാണോ ഇല്ലേടി നിനക്ക്? ഇങ്ങനെയാണെങ്കിൽ നീ എന്തിനാ അങ്ങോട്ട് പോയത്? നിന്റെ ഭാവിക്ക് വേണ്ടി ഞാൻ എന്റെ ഫ്യൂച്ചർ തുളയ്ക്കണം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആലോചന വരത്തില്ലല്ലോ. എന്നെ അവിടെ വിളിച്ച് സൽക്കരിച്ചപ്പോ ഞാൻ കരുതി അതൊരു ഡോക്ടറോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്. അങ്ങനെയാണല്ലോ അവര് പറഞ്ഞത്. പക്ഷെ അതൊരു പെണ്ണ് കാണൽ ചടങ്ങാണെന്ന് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നിന്റെ ജീവിതം തകർന്നാലും ശരി, അങ്ങനെ ഒരു അഹങ്കാരി പെണ്ണിനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുമെന്ന് നീ കരുതണ്ട. ഈ കല്യാണം നടക്കില്ലടി. എന്തായി അവിടെ പോയിട്ട് കാര്യങ്ങള്? ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അല്ല, കല്യാണാലോചന തകൃതിയായിട്ട് നടക്കാണല്ലോ അല്ലേ? അവരാലോചിച്ചെന്നുള്ളത് നേരാ. പക്ഷേ അമ്മ സമ്മതമൊന്നും മൂളിയിട്ടില്ല. എന്നോട് ചോദിച്ചിട്ടൊരു അഭിപ്രായം പറയാന്നാ പറഞ്ഞിരിക്കുന്നത്. നിന്റെ അഭിപ്രായം ഒന്നും പറഞ്ഞില്ലേ? അതായത് ഒരു ജയിൽ പുള്ളിയുടെ മോളെ വേണ്ടാന്ന്. അത് ഞാൻ അമ്മയോട് മാത്രമല്ല, അളിയനോട് ദീപയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതേതായാലും നന്നായി. അല്ല, ഈ രാഗിണി ഇതറിഞ്ഞോ? അവരും അവരുടെ മോളും ഇതറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ നമ്മളായിട്ട് പറയണ്ടെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാ, നമ്മളായിട്ടത് പറയണ്ട. അത്രയും ദിവസമെങ്കിലും ദീപ അവിടെ സ്വസ്ഥമായിട്ട് കഴിയട്ടെ. അങ്ങനെ തന്നെ എന്റെ തീരുമാനം. പക്ഷേ എത്ര നാളിതിങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? എടാ, ഈ നട്ടല്ലില്ലാത്ത ആണുങ്ങളെ ഭർത്താക്കന്മാരാക്കിയ എല്ലാ പെൺകുട്ടികളുടെയും ഗതി അധോഗതിയായിരിക്കും. ഈ ജയലാൽ എന്ന് പറഞ്ഞവനുണ്ടല്ലോ, ഇരട്ടത്താപ്പിന്റെ ആശാനാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അവനിപ്പോ ദീപയോടുള്ള താല്പര്യമൊക്കെ കുറഞ്ഞു കാണും. അല്ല, കല്യാണത്തിന് ശേഷമാണല്ലോ ഇതിലും നല്ല ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും കിട്ടുമെന്ന് ആണും പെണ്ണും ഒക്കെ ചിന്തിക്കുന്നത്. ഇനിയിപ്പോ അവൻ അമ്മയുടെയും പെങ്ങളുടെയും പേര് പറഞ്ഞുകൊണ്ട് ഈ കല്യാണം, ഈ ബന്ധം രണ്ടാക്കും. എന്നിട്ട് അവൻ വേറെ കിട്ടും. ഇതിലും നല്ലത് അവളുടെ കല്യാണം നടക്കാതിരിക്കുന്നതായിരുന്നു. കല്യാണം നടന്നിട്ട്
പെൺകുട്ടികൾ വീട്ടിലൊന്ന് നിൽക്കുന്നത് അതിനേക്കാളും വലിയ നാണക്കേടല്ലേ? നാളെ ഞാനൊരു പെണ്ണ് കെട്ടിക്കൊണ്ട് വന്നാ അവൾ ചോദിക്കില്ലേ, എന്താ എന്റെ അനിയത്തി കല്യാണം കഴിഞ്ഞിട്ടും വീട്ടിൽ വന്ന് നിൽക്കുന്നേന്ന്? നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ പറഞ്ഞതുപോലെ കല്യാണം കഴിഞ്ഞ് നീ ഇങ്ങോട്ട് മാറി താമസിക്കും. അല്ല, ഇനിയിപ്പോ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ വീടെടുത്ത് മാറിക്കും. അല്ലാതെ എന്തിനാണ് അവിടെ കെട്ടിക്കേറി കിടക്കുന്നത്? അല്ലെങ്കിലും പട്ടാളച്ചിട്ടയുള്ള അമ്മമാര് ഭരിക്കുന്ന വീട്ടില് ഭർത്താവിനും മക്കൾക്കും മരുമക്കൾക്കും ഒന്നും ജീവിക്കാനേ പറ്റില്ല മോനെ. അത് മനസ്സിലാക്കിയിട്ടല്ലേ വൈകിയാണെങ്കിലും ഞാൻ മാറി താമസിക്കുന്നത്. ഒരു ഡോക്ടറായി കഴിഞ്ഞാ വലിയ ഗമയിൽ നടക്കാന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. ഇതിപ്പോ ഉള്ള സ്റ്റാറ്റസും കൂടെ പോയി. ഒരുത്തി കഴിഞ്ഞ കുറച്ചാള് മുമ്പ് സോഷ്യൽ മീഡിയയിൽ താരമായി. വേറൊരുത്തി ഇപ്പൊ ഗുണ്ടയെ പ്രേമിച്ച് നടക്കുക. എടാ, അവളാണ് മൂത്തവളെക്കാളും പ്രശ്നക്കാരി. അതുകൊണ്ട് എന്തേ സദാനന്ദനും മോനും അവളെ കൊല്ലുമെന്നും പറഞ്ഞു നടക്കുക. പിന്നെ ആ ഗുണ്ട ജഗനുള്ളതുകൊണ്ട് അവള് രക്ഷപ്പെട്ടു പോണു. എന്തായാലും എന്റെ തീരുമാനം അറിയുമ്പോ അളിയന്റെ അമ്മ കൂട്ടിക്കൊണ്ടു പോയതുപോലെ തന്നെ ദീപെ തിരിച്ചുകൊണ്ടുവിടും. അച്ഛൻ പറയുന്ന പോലെ അളിയന് നട്ടലില്ലാത്തോണ്ട് അയാൾ അമ്മയുടെ സാരിത്തുമ്പോ തൂങ്ങി നടക്കുക. ഇവനെന്തിനാണ് ഇപ്പൊ എന്നെ വിളിക്കുന്നത്? ആ കാർത്തി, ഞാനൊരു വിവരം അറിഞ്ഞു. വക്കീൽ സാറിന്റെ മോൻ ആ ജയലാലിന്റെ പെങ്ങളെ കെട്ടാൻ പോവാണ്. എന്റെ കാർത്തി, നിനക്ക് അവളെ ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം. ഞാനിപ്പോ ഈ കാര്യം മോനുമായിട്ട് സംസാരിച്ചതേ ഉള്ളൂ. അവനെ, അതായത് എന്റെ മോന് ഒരുപാട് സങ്കല്പങ്ങളുള്ള കൂട്ടത്തിലാ. അങ്ങനെയുള്ളവൻ അതുപോലൊരു പെൺകുട്ടിയെ കെട്ടില്ല കാർത്തി. പ്രത്യേകിച്ച് ഒരു ജയിൽ പുള്ളിയുടെ മകളെ അവൻ ഒരു കാരണവശാലും കെട്ടില്ല. ഉറപ്പാണോ വക്കീലേ? എടാ, ഞാനല്ലേ പറയുന്നേ. നിനക്കറിയാലോ, എന്റെ വീട്ടില് എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹമുള്ളത് എന്റെ മോന് മാത്രമാ. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ഞങ്ങളത് സംസാരിച്ചതേ ഉള്ളൂ. ശരി, വക്കീലിങ്ങനെ തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് വിശ്വാസമാണ്. എന്നാലും ആ ജഗന് ഇന്നെന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി ഈ കാര്യമൊക്കെ പറഞ്ഞത്. എടാ, അങ്ങനെ ഒരു ആലോചന നടന്നു എന്നുള്ളത് സത്യം. ഇപ്പോഴും എന്റെ മോൻ ആ പെണ്ണിനെ കല്യാണം കഴിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. പിന്നെ എന്റെ മോളൊരുത്തി അവിടെ മരുമോളായിട്ട് ഉള്ളതുകൊണ്ട് എന്റെ മോൻ ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന കാര്യം ഇതുവരെ അവരെ അറിയിച്ചിട്ടില്ല. ഇനിയിപ്പോ നീയും അറിയിക്കാൻ പോകണ്ട. ഇടാ, അല്ലാതെ തന്നെ അവർ കാര്യങ്ങൾ അറിഞ്ഞോളും. എന്റെ മോള് തന്നെ അവരെ അറിയിച്ചോളും. ശരി, ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെൺകൊച്ചിനെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവളെ വേണമെന്ന് എനിക്കൊരു വാശി. അതുകൊണ്ടാ ഈ വാർത്ത കേട്ടപ്പോ തന്നെ ഞാൻ വക്കീൽ സാറിനെ വിളിച്ചത്. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാർത്തി. ഞാൻ തന്നെ ഇതിന്റെ മീഡിയേറ്റർ ആയിക്കോളാം. എടാ, നിങ്ങളെ തമ്മിൽ ഞാൻ ഒന്നിപ്പിച്ചോളാന്നേ. പിന്നെ ആ ജയലാലും എന്റെ ഭാര്യയും ഇളയ മോളും ഒക്കെ ഇതിന് തുരങ്കം വയ്ക്കുമെന്ന് നീ ഓർത്തോണം. ശരി ശരി, എന്തായാലും അവളെ ഇനി വിട്ടുകളയുന്ന പ്രശ്നമില്ല. ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്തോടെ. നല്ല ഊശിലുള്ള ആൺകുട്ടികളെ പോലെ ഞാനുണ്ട് നിന്റെ പിന്നാലെ. പോരെ? ശരി. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നത് ഒരു രസ. കാർത്തി, ഞാനും എൻട്രൻസ് ഒന്നുകൂടി എഴുതിയാൽ മതിയായിരുന്നു. ആദ്യം എഴുതിയപ്പോ തന്നെ അങ്ങ് മടുത്തു. 1-2 തവണ കൂടി ട്രൈ ചെയ്തിരുന്നെങ്കിൽ എനിക്കും കിട്ടിയാനെ. അങ്ങനെയായിരുന്നെങ്കിൽ ഒരു വീട്ടിൽ തന്നെ 2 ഡോക്ടർമാരുണ്ടായനെ. എനിക്കൊരു കുഴപ്പമുണ്ട്. എനിക്ക് മാത്രല്ല, എന്റെ അമ്മയ്ക്കും ഉണ്ട്. ആരെങ്കിലും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവരെ കിട്ടുന്നത് വരെ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇനിയിപ്പോ ദിലീപേട്ടനോട് സംസാരിച്ചാലേ എന്റെ മനസ്സൊന്ന് തണുക്കൂ. അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു കുഴപ്പമുണ്ട്. ഞാൻ നേരെ അങ്ങ് പോവും ആളെ കാണാൻ. അപ്പൊ പിന്നെ എന്നോട് എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അത് നേരിട്ട് പറയുമല്ലോ. അങ്ങനെ പിണക്കൊന്നും ഏട്ടനില്ല.
അനക്കമില്ലാത്ത ആള് പിന്നെന്താ ഫോൺ എടുക്കാത്ത? എനിക്കാണെങ്കിൽ അമ്മ ഈ ആലോചന കൊണ്ടുവന്നതിൽ പിന്നെ ദിവസം 1-2 തവണയെങ്കിലും ദിലീപേട്ടനോട് സംസാരിച്ചില്ലെങ്കിൽ വലിയ പ്രയാസം. ഇതിപ്പോ ഒരു തവണ പോലും സംസാരിക്കാൻ ആള് മനസ്സ് കാണിക്കുന്നില്ല. ആ പിന്നെ ദീപയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ വേണം ഇനി ഇവിടെ വെച്ചുണ്ടാക്കാൻ. ഇവിടെ ചാരുവിനും രാഗത്തിനും ഒക്കെ ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിനാണ് ഇവിടെ മുൻഗണന കൊടുക്കുന്ന പതിവ്. ഓ, ആ പതിവ് തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെക്കണം. എന്നിട്ട് ദീപയുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കണം. അല്ല, ചാരുവിന്റെ കല്യാണം കഴിയുന്നവരെയല്ലേ ഇതൊക്കെ നിലനിൽക്കത്തുള്ളൂ. അതെ, എന്റെ മോൾക്കൊരു ഡോക്ടറെ കിട്ടണം. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാ. ഇപ്പോഴത്തെ പയ്യന്മാർക്കൊക്കെ ഓരോ സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അത് രാഗം മനസ്സിലാക്കണം. ഇനി ആ പയ്യന്റെ ഉള്ളിൽ മറ്റേതെങ്കിലും പെൺകുട്ടികളുണ്ടോന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ആരെങ്കിലും തന്നോട് പറഞ്ഞോ? അല്ല, ആരും പറഞ്ഞിട്ടില്ല. എങ്കിലും എന്റെ മനസ്സിലുള്ള ഒരു സംശയം ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. നിങ്ങൾ കൂടുതൽ സംശയമൊന്നും പറയണ്ട. എത്രയും പെട്ടെന്ന് ഇവിടെ പാകം ചെയ്ത് വെച്ചിരിക്കണം. എന്നിട്ട് വേണം നമുക്ക് അമ്പലത്തിലോട്ട് പോവാൻ. അല്ല, എന്നാ പിന്നെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് അടുക്കളയിൽ കയറിയാ പോരായിരുന്നു. നിങ്ങൾ ഇനി ഒന്ന് കുളിച്ച് റെഡിയായിട്ട് എനിക്കൊപ്പം വന്നാ മതി. എന്തിനാ? ഒരുപാട് നേർച്ചയും വഴിപാടും ഒക്കെ നടത്താനുണ്ട്. നമ്മള് ഡോക്ടറെയും എഞ്ചിനീയറെയും കളക്ടറെയൊന്നും അല്ല രാഗം വലിയവരായി കാണേണ്ടത്. കുടുംബത്തിനകത്ത് കയറി വരുന്ന മരുമക്കള് നല്ല സ്വഭാവമുള്ളവരാണെങ്കില് അതിനപ്പുറം അവരുടെ ഡിഗ്രിക്കൊന്നും ഒരു പ്രാധാന്യവും കൊടുക്കരുത്. അല്ല, ജയലാലിന്റെ ഭാഗ്യം കൊണ്ടാണ് ദീപമോളെ പോലൊരു പെൺകുട്ടിയെ അവന് ഭാര്യയായി കിട്ടിയത്. ഒന്നിങ്ങ വന്നേ. എന്താ അമ്മ? അതെ മോളെ, എന്തായാലും മോൾ അവളുടെ നാട്ടിലേക്കല്ലേ പോകുന്നേ. ഒന്ന് ചുറ്റിയടിച്ചിട്ട് അവളുടെ വീട്ടിലും കൂടെ കേറിയിട്ട് വേണം വരാൻ. അതിപ്പോ അവളോട് പറയണ്ട. ദിലീപിനെ ഇടയ്ക്കിടയ്ക്ക് നേരിട്ടൊന്ന് കാണുന്നത് നല്ലതാ. ഞാനതൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടമ്മേ. അങ്ങനെ നേരിട്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ടാലേ മോക്ക് ദിലീപിന്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നുകൂടാൻ പറ്റൂ. അങ്ങനെ വന്നാലേ മോൾ അങ്ങോട്ട് വിളിക്കുമ്പോ ഫോൺ എടുക്കാനും തിരിച്ചു വിളിക്കാനും ഒക്കെ അവന് തോന്നൂ. ഒന്ന് കണ്ട് ഇടപഴകി കഴിഞ്ഞ ആളെ സ്വാധീനിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നാ ശരി, ഞാൻ പോയിട്ട് വരാമേ. ചേട്ടത്തെ നന്നായിട്ട് നോക്കണമെന്നാ അമ്മ പറഞ്ഞത്. വാ പോവാം. ദിലീപേട്ടൻ കൂടുതലും ടീഷർട്ടാ ഉപയോഗിക്കുന്നല്ലേ? ഏയ്, അങ്ങനൊന്നുമില്ല. വീട്ടിൽ നിൽക്കുമ്പോഴാ ഇത് കൂടുതൽ ഇടുന്നത്. ആഹാ, റീഡിംഗ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടല്ലേ? ഞാൻ ഈ ബുക്സ് ഒക്കെ ഒന്ന് നോക്കിക്കോട്ടെ. അതിനെന്താ? ഫോട്ടോ. ഞാൻ ദിലീപേട്ടന്റെ ഒരു ഫോട്ടോ ചോദിക്കാനിരിക്കുമായിരുന്നു. നല്ല ഭംഗിയുണ്ട്. ഇതെടുത്ത ദിലീപേട്ടൻ വഴക്ക് പറയൂ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ദിലീപേട്ടൻ അന്ന് വീട്ടിൽ വന്നപ്പോ കണ്ടതാണല്ലോ. പിന്നെ ഏട്ടത്തിയുടെ കല്യാണ ഫോട്ടോയിലും കണ്ടിട്ടുണ്ട്. എങ്കിലും പെട്ടെന്ന് അങ്ങ് മറക്കുക. ഇനിയിപ്പൊ അങ്ങനെ മറക്കുമ്പോ ഈ ഫോട്ടോയിലേക്ക് നോക്കാമല്ലോ. ആള് സ്മാർട്ടാ അല്ലേ? ആ, പഠിക്കുന്ന കാലത്ത് വലിയ ക്രിക്കറ്റ് താരമൊക്കെ ആയിരുന്നു. ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു, ക്രിക്കറ്റ് കളിക്കുമെന്ന്. നല്ലൊരു പ്ലെയർ ആയിരുന്നു. ഇടയ്ക്ക് ഏറുകൊണ്ട് നെറ്റൊക്കെ മുഴച്ചു വരാറുണ്ടായിരുന്നു. ഷോ, ഞാനൊരു അബദ്ധമാ കാണിച്ചത്. ദിലീപേട്ടൻ ഇവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വന്നാ മതിയായിരുന്നു. ദിലീപേട്ടനൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതിയിട്ടാ ഞാനിത് പറയാതെ വന്നത്. അച്ഛനൊപ്പാണോ ദിലീപേട്ടൻ കൂടുതൽ സമയം താമസിക്കുന്നത്? ഏയ്, അങ്ങനൊന്നുമില്ല. രാത്രിയിൽ ഇവിടെ തന്നെ ആയിരിക്കും. പകല് ഹോസ്പിറ്റലിൽ പോയിട്ട് അച്ഛനെ കാണാൻ പോവാറുണ്ട്. അച്ഛന് ഞങ്ങൾ 3 മക്കളിൽ ദിലീപേട്ടനെ കൂടുതൽ ഇഷ്ടം. സാധാരണ പെൺമക്കളോടാണ് അച്ഛന്മാർക്ക് ഇഷ്ടം കൂടേണ്ടത്. ഇവിടെ മറിച്ചായി പോയല്ലേ? ആൾക്ക് അച്ഛനോട് വലിയ ഇഷ്ടമാണെങ്കിൽ പിന്നെന്തിനാ അച്ഛനും അമ്മയും തമ്മിൽ പിരിഞ്ഞിരിക്കുന്നത്? രണ്ടാൾക്കും ഒരുമിച്ച് താമസിച്ചൂടെ? അച്ഛന് നല്ല സൗകര്യമൊക്കെ ഉള്ള വീടാണോ? ആ, ആണെന്നാ ദിലിയേട്ടൻ പറഞ്ഞത്. അങ്ങനെ വേണം.
ഇപ്പോ വീടൊക്കെ ജപ്തിയായി ഏട്ടത്തിയുടെ അമ്മയും അനിയത്തിയും വാടക വീട്ടില് താമസിക്കുക. അപ്പോ നല്ലൊരു വീടെടുത്തൂടായിരുന്നു. ഇതൊരു ചെറിയ വീടാണല്ലോ. എന്റെ കല്യാണം കഴിഞ്ഞതോടെ അമ്മ കുറച്ച് പരുങ്ങല്ലായി. അങ്ങനെയുള്ളപ്പോ വാശി കളയണം ചേച്ചി. എന്നിട്ട് ചേച്ചിയുടെ അച്ഛനൊപ്പം എല്ലാവർക്കും പോയി ജീവിച്ചൂടെ? വീട്ടിനകത്തുള്ളവർ തമ്മില് ഇങ്ങനൊരു മത്സരം വേണോ? അതുകൊണ്ടിപ്പോ അച്ഛനെയും അമ്മയും ഒരു വീട്ടിനകത്ത് നിങ്ങക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ഈ മുറിക്കകത്ത് നല്ലൊരു മണമുണ്ടല്ലോ. ആ, അത് ദിലിയേട്ടന്റെ സ്പ്രേയുടെ മണോ? എന്നാ പോവാം. ആ മോള് ഇതൊക്കെ എടുത്ത് കഴിക്കേ. ഞങ്ങള് പുറത്തുനിന്ന് ചായ കുടിച്ചിട്ടാ വന്നത്. ആ പിന്നെ ഇടയ്ക്ക് അമ്മ വിളിച്ചായിരുന്നു ഏട്ടത്തി. വിളിച്ചെന്തിനാന്നറിയോ? അമ്മയും അച്ഛനും കൂടെ ജോത്സ്യന്റെ അടുത്തൊക്കെ പോയിരിക്കുമായിരുന്നു. ഞങ്ങളുടെ ജനന സമയം വെച്ചിട്ട് ജാതക പരിശോധന നടത്താൻ. അതിനു വേണ്ടിയാ ഞാൻ ഏട്ടത്തിയുടെ ഇന്ന് ദിലീപേട്ടന്റെ ഡേറ്റ് ഓഫ് ബർത്തും നാളും ഒക്കെ വാങ്ങിച്ചത്. എന്നിട്ട് ഞങ്ങൾ തമ്മിൽ നല്ല പൊരുത്തം. പക്ഷെ മകരമാസം കഴിഞ്ഞ എന്റെ കല്യാണം നടക്കാൻ പ്രയാസമാണെന്നാ ജോത്സ്യം പറഞ്ഞത്. അതുകൊണ്ട് ജനുവരി 21 ഡേറ്റ് അടുപ്പിച്ചിരിക്കുക. അന്നാണ് ഇത്രയും നല്ല മുഹൂർത്തം. ജനുവരി 21 പറയുമ്പോ ഇനി എത്തിയല്ലോ മോളെ. ആ എത്തി. പിന്നെ ഞങ്ങൾക്ക് കല്യാണത്തിനൊരുങ്ങാൻ അധികം സമയമൊന്നും വേണ്ട. വിളിക്കാനുള്ള പാടേ ഉള്ളൂ. അതിപ്പോ എല്ലാരും ഒന്നും വിളിക്കില്ല. അടുത്ത ബന്ധുക്കളെ മാത്രമേ വിളിക്കത്തുള്ളൂ. പിന്നെ അയൽക്കാരെ. എന്നാലും ഇത്രയും പെട്ടെന്ന് അതൊക്കെ വേണോ? എനിക്കൊന്നും അറിയില്ല. എല്ലാം അമ്മയുടെ തീരുമാനം. എനിക്ക് മകരമാസം കഴിഞ്ഞാല് കല്യാണം നടക്കില്ലെങ്കിൽ ആ ദോഷം ഒഴിവാക്കാനല്ലേ അമ്മ ശ്രമിക്കൂ. അത് ശരിയാ. ചായ കുടിക്കേ. അമ്മ ഒന്ന് വന്നേ. എന്താ ഏട്ടത്തി? മകരമാസത്തില് കല്യാണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഞെട്ടലായോ? ഏയ്, അതേപ്പറ്റി പറയാനല്ല ഞാൻ വിളിച്ചത്. അമ്മ ഒന്ന് വന്നേ. പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറയുമ്പോ ദിലീപേട്ടൻ എതിർക്കോ? അറിയില്ല. ദിലീപേട്ടന്റെ കാര്യങ്ങളൊക്കെ ഏട്ടൻ തന്നെയാ തീരുമാനിക്കുന്നത്. കൂടുതല് പ്രഷർ ചെയ്യാനൊന്നും പറ്റില്ല. ജോത്സൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മ മാറാൻ പ്രയാസാ. അന്ന് ജയലാലേട്ടന്റെ കല്യാണത്തിന്റെ കാര്യം നോക്കാൻ പോയപ്പോ പെൺകുട്ടി കുറച്ച് പേരുദോഷം കേൾപ്പിച്ച കുട്ടിയായിരിക്കും ജോത്സ്യം പറഞ്ഞായിരുന്നു. ചേട്ടത്തി തെറ്റൊന്നും ചെയ്തിട്ടില്ലായിരിക്കാം. എങ്കിലും പേരുദോഷം കേൾപ്പിച്ചു എന്ന് പറഞ്ഞത് സത്യമാണല്ലോ. അതുകൊണ്ട് അമ്മയ്ക്ക് അത്ര വിശ്വാസം ആ ജോത്സ്യരെ. അദ്ദേഹം പറയുന്ന പോലെ അമ്മ കേൾക്കൂ. ഇനി ഞാൻ കാത്തിരിക്കുന്നില്ല, പോവാ. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പോവാൻ ചാരു. അത് വേണ്ട. ആദ്യമായിട്ട് വന്നതല്ലേ മോളെ, കഴിച്ചിട്ടൊക്കെ പോവാം. ഓ സാരമില്ല അമ്മേ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാ പിന്നെ ഇവിടെ നിന്നാണല്ലോ ഞാൻ ഭക്ഷണം കഴിക്കേണ്ടത്. ഏതായാലും ദിലീപേട്ടനെ കാണാൻ പറ്റിയില്ല. പകരം ഒരു ഫോട്ടോ കിട്ടി. അടുത്ത തവണ വരുമ്പോഴെങ്കിലും ദിലീപേട്ടനെ കാണാൻ പറ്റിയാ മതിയായിരുന്നു. അമ്മ ഒരു കാര്യം ചെയ്യണം. അമ്മയുടെ മോൻ വരുമ്പോ എന്നൊന്ന് വിളിക്കാനെങ്കിലും പറയണം. എന്തായാലും ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി സമയത്തെങ്കിലും ഒരു 5 മിനിറ്റ് അതിനുവേണ്ടി നീക്കി വെച്ചൂടെ? ഞാൻ പറയാം മോളെ. ഒരുപാട് തവണ വിളിച്ച ഒരിക്കൽ പോലും ഫോൺ എടുക്കാറില്ല. പിന്നെ ഏട്ടത്തെ വിളിച്ചിട്ടാ എന്റെ കയ്യിൽ തരാറ് പതിവ്. ദിലീപേട്ടൻ അങ്ങനെയൊന്നും ഫോൺ എടുക്കാറില്ല. പഠിക്കുന്ന സമയത്തും അങ്ങനെയാ. സാരമില്ല, ഞാൻ പരാതിയായിട്ട് പറഞ്ഞതൊന്നുമല്ല. ഒരുപാട് തവണ വിളിക്കുമ്പോ ഒരു തവണയെങ്കിലും ശബ്ദം കേൾക്കണമെന്ന് തോന്നുമല്ലോ. അവന്റെ ചിന്തകളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നല്ല മോളെ. എന്നേക്കാൾ കൂടുതൽ
ഇപ്പൊ അവനെ സ്വാധീനിച്ചിരിക്കുന്നത് അവന്റെ അച്ഛനാ. ദിലീപേട്ടന്റെ അച്ഛന് ഞങ്ങള് തമ്മിൽ ഒന്നിക്കുന്നത് ഭയങ്കര ഇഷ്ടാ. അതുകൊണ്ട് അച്ഛനനുസരിക്കുന്ന മോനാണെങ്കിൽ എതിർപ്പൊന്നും കാണില്ല കേട്ടോ. ആള് വന്നു തോന്നുന്നു. അപ്പൊ ഞാനത്ര ഭാഗ്യമില്ലാത്തവളൊന്നും അല്ല. ദിലീപേട്ടൻ വരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കായിരുന്നു. ഇവിടെ വരെ വന്നിട്ട് കാണാതെ പോയാ എനിക്കത് വലിയ വിഷമാവും. ഏതായാലും വന്നല്ലോ. ഹലോ, അറിയോ? ചാരുവാ. മനസ്സിലായി. ചിലപ്പോ മുഖപരിചയം കാണില്ല. എന്നുവെച്ചാ ദീപേടത്തിന്റെ കല്യാണത്തിനന്ന് മിന്നായം പോലെ ഒന്ന് കണ്ടു. പിന്നെ അന്ന് വീട്ടിൽ വന്നപ്പോ എന്റെ മുഖത്തോട്ടൊന്ന് നോക്കിയത് പോലും ഇല്ല. അതുകൊണ്ട് പെട്ടെന്ന് ഓർക്കണം എന്നില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മോനെ കാണാനായിട്ട് ഇരിക്കായിരുന്നു ചാരുമോൾ ഇവിടെ. ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാ നീ വന്നത്. പിന്നെ ദിലീപേട്ടന്റെ മുറിക്കകത്ത് കയറിയപ്പോ ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മോഷ്ടിച്ചോണ്ട് പോയിന്ന് പറയാതിരിക്കാനാ അത് നേരത്തെ അങ്ങ് പറഞ്ഞത്. ഫുഡൊക്കെ കഴിച്ചായിരുന്നു? കാപ്പി കുടിച്ചു. വെറുതെ വന്നാണോ അതോ? ഏട്ടത്തിയുടെ വീടല്ലേ, ഇവിടെ വന്ന് എല്ലാരും ഒന്ന് കാണണമെന്ന് തോന്നി. പിന്നെ ദിലീപേട്ടൻ എന്നെ അങ്ങനെ വിളിക്കുന്നൊന്നുമില്ലല്ലോ. ഭയങ്കര തിരക്കുള്ള ആളല്ലേ, അതുകൊണ്ട് നേരിട്ട് വന്നത് കണ്ടേക്കാന്ന് വിചാരിച്ചു. ഞാനിപ്പോ പ്രാക്ടീസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്റെ സീനിയർ ഡോക്ടർ ഭയങ്കര സ്ട്രിക്റ്റാ. അതുകൊണ്ട് വരുന്ന കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. മൊബൈൽ ഫോൺ സൈലന്റ് ആക്കി നിൽക്കാൻ പറ്റാറുള്ളൂ. എന്നാ പിന്നെ വർക്കിംഗ് ടൈമില് വിളിക്കില്ല കേട്ടോ, രാത്രിയിലേ വിളിക്കൂ. ജോത്സ്യരെടുത്ത് പോയത് ഞാൻ മോളെ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ. അത് നീ അവിടെ പറഞ്ഞില്ലേ? പറഞ്ഞു. ജനുവരി 21 നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്നും പറഞ്ഞു. എന്ന് വെച്ചാ ഇനി 1 മാസമേ ഉള്ളൂ കല്യാണത്തിന്. പെട്ടെന്ന് തന്നെ കല്യാണക്കുറി അടിക്കണം. എന്നിട്ട് സ്വർണവും ഡ്രസ്സും ഒക്കെ എടുക്കണം. നമുക്കങ്ങ് ഒരുങ്ങാം മോളെ. അപ്പൊ പിന്നെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും നീരസം ഉണ്ടെങ്കിൽ തന്നെ അവരും നമ്മുടെ വഴിയെ വന്നോളും. ജേട്ടനും അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല ഈ കല്യാണത്തിന്. എന്റെ മോളെ, എന്തൊക്കെ പറഞ്ഞാലും ഇതുപോലൊരു വീട്ടിലോട്ടല്ലാതെ മറ്റൊരിടത്തേക്കാണ് നീ പോകുന്നതെങ്കിൽ ഒരു കാരണവശാലും അവിടെ ഉറച്ചു നിൽക്കില്ല എന്ന് ജയന് നന്നായിട്ട് അറിയാം. അത് നിനക്കും അറിയാം, എനിക്കും അറിയാം. എന്താ, ശരിയല്ലേ? അതുകൊണ്ടാ ജയനും ചെറിയ ഭയമുള്ളത്. അതെനിക്കും ഉണ്ട്. അതുകൊണ്ട് ഇനി ഒരു ഡോക്ടറുടെ ഭാര്യ എന്നുള്ള ചിന്തയോടെ വേണം മുന്നോട്ട് പോവാൻ. കുറച്ച് അടക്കോ സ്വഭാവത്തിൽ വരുത്തിക്കോണോന്ന്. അതൊക്കെ ഞാൻ വരുത്തിക്കോളാം. എങ്ങനെയെങ്കിലും എന്റെ ഭർത്താവ് ഒരു ഡോക്ടറാണെന്ന് എനിക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റിയാ മതിയായിരുന്നു. മോനെ, നീ എന്താ ആഹാരം കഴിക്കാൻ വരാത്തെ? എനിക്കൊന്നും വേണ്ട, അച്ഛൻ കഴിച്ചിട്ട് കിടന്നോ. എടാ, ഭക്ഷണം കഴിക്കാതെ നിരാശനായി നടക്കുന്നതിൽ അർത്ഥമില്ല. ആ പെങ്കൊച്ചിനെ അവൻ കെട്ടത്തില്ലെന്ന് വിജയകുമാർ വാക്ക് തന്നിരിക്കല്ലേ, പിന്നെന്താ കുഴപ്പം? എന്നാലും എന്റെ മനസ്സിൽ അവളുണ്ടാക്കിയ മുറിവ് അത്ര പെട്ടെന്ന് കരിയില്ല സർ. ആ ദിയ, അവൾ അമ്മയെക്കാളും മുകളിലോട്ട് പോവുക. അവളെ വെച്ചൊരു വിലപേശൽ നടത്തണം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അവളെ തട്ടിക്കൊണ്ടുപോയിട്ട് ജഗനോട് വരാൻ പറഞ്ഞ അവൻ ഉറപ്പായിട്ടും വരും. ഞാൻ വിളിക്കുന്നിടത്ത് അവനങ്ങനെ വരാതിരിക്കാൻ പറ്റില്ല. വന്നിട്ട് കുറെ ആണുങ്ങൾ കൂടി ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് വന്നിട്ടെ അവളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതേ ആണത്തമല്ല. എടി പെണ്ണെ, ഇതിനേക്കാളും ചങ്കുറപ്പോടെ എന്റെ മുന്നിൽ നിന്ന് വെല്ലുവിളിച്ച ഒരുത്തിയുണ്ട്, ഒരു ഷീബ. ഷീബ കൊലക്കേസ് കേരളം മുഴുവൻ ചർച്ച ചെയ്ത കാര്യമാണ്. അത്രയ്ക്ക് മൃഗീയമായിട്ട് അവളെ കൊലപ്പെടുത്തിയത്. ആ ഷീബ കൊലക്കേസിലെ സാക്ഷിയായിരുന്നു കൊല ചെയ്യപ്പെട്ട ആ ശ്രീകുമാർ. ആ ശ്രീകുമാറിനെ കൊന്ന കേസിലെ സാക്ഷിയായിരുന്നു നിന്റെ അമ്മ ഭാഗ്യലക്ഷ്മി. ഞാനും എന്റെ അച്ഛനും പലതവണ അവരോട് പറഞ്ഞതാ കോടതിയിൽ വരരുതെന്ന്.
എനിക്കെതിരെ മൊഴി കൊടുക്കരുതെന്ന്. എന്നിട്ട് അവര് വന്നു. അന്ന് തൊട്ട നീയും നിന്റെ കുടുംബവും ഞങ്ങളുടെ കണ്ണിലെ കരടായത്. ഞങ്ങൾക്ക് വേണ്ടി വാദിച്ചത് അഡ്വക്കേറ്റ് വിജയകുമാർ. അയാളുടെ ഭാര്യയും മക്കളും ഞങ്ങൾക്കെതിരെ. ഞങ്ങളുടെ വക്കീലിനെ തോൽപ്പിക്കാൻ കോടതിയിൽ വന്നത് അയാളുടെ സഹധർമ്മി. അന്ന് കുറിച്ചിട്ടത് ഭാഗ്യലക്ഷ്മിയുടെ 2 മക്കളുടെയും ജീവിതം താറുമാറാക്കുമെന്ന്. ഒരുത്തിയെ കൊല്ലാതെ കൊന്നു. എന്നിട്ടും നീ ഇപ്പൊ പറഞ്ഞതുപോലെ ആണത്വമില്ലാത്ത ഒരുത്തൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി. പിന്നെ കുതിച്ചത് നീയ. ബുള്ളറ്റ് ജഗൻ എന്ന ഗുണ്ടയുമായി ചേർന്ന് നീ എന്നെ എന്റെ അച്ഛനെയും തല്ലി ഒതുക്കി. അതിനവൻ ഇനി കാണാൻ പോകുന്നത് നിന്റെ ജഡവാ. എന്നിട്ട് പിന്നെ ഞങ്ങള് കുറച്ചുകാലം മാറി നിന്നാ മതിയല്ലോ. നിന്നെ കൊന്നുകഴിഞ്ഞാ ബുള്ളറ്റ് ജഗൻ മരിച്ചിട്ടേ പിന്നെ ഞങ്ങൾ ഈ നാട്ടിലേക്ക് വരൂ. നിന്നെ അന്വേഷിച്ച ആൾക്കാർ നടക്കുന്ന സമയത്ത് തൽക്കാലം ഞങ്ങൾ മുങ്ങിക്കോളാം. എന്തായാലും നീയുമായിട്ട് ആദ്യമായി കൂടിച്ചേരാൻ പോകുന്ന പുരുഷൻ ഞാനാ. അതിനുശേഷം ഷീബയെ കൊന്നതിനേക്കാൾ നികൃഷ്ടമായി നിന്നെ അവസാനിപ്പിക്കും ഞാൻ. പെണ്ണിനെക്കാളും ഭീരുമായ ആണിനും പെണ്ണിനും അറപ്പുണ്ടാക്കുന്ന സ്വഭാവക്കാരനാടാ നീ. ഒരു പെണ്ണിന് ആവശ്യമുള്ളതെല്ലാം നഷ്ടപ്പെടാൻ പോകുന്ന തൊട്ടു മുന്നിൽ മരണമുള്ള ഒരുത്തിയുടെ അവസാനത്തെ ആളിക്കത്തൽ. കൊള്ളാമോളെ, സമ്മതിച്ചു തന്നിരിക്കുന്നു നിന്റെ ഈ തന്റെ ഇടം. പക്ഷേ തന്റെ ഇടം കൂടിയാലും കുഴപ്പ. അതാണായാലും പെണ്ണായാലും ഇരട്ടച്ചങ്കന്മാർക്ക് ആയുസ് കുറഞ്ഞിട്ടേ ഉള്ളൂ. ദിയെ കാർത്തിയുടെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. പോലീസ് തിരഞ്ഞ ദിയെ കിട്ടില്ല. നിന്റെ മോൻ ആ പെൺകുട്ടിയെ കൊന്നാൽ നീയും ഇവിടെ മരിക്കും. ഏത് വലിയ മുതലാളിയായാലും സ്വാധീനമുള്ളവനായാലും കഠാര പള്ളക്ക് കേറിയ ഉള്ളി കിടക്കുന്ന ചില സാധനങ്ങൾ പുറത്തു വരും. അതെന്നേക്കാളും നന്നായിട്ട് ഒരുപാട് പേരെ കൊന്നിട്ടുള്ള സദാനന്ദ മുതലാളിക്ക് അറിയാലോ. എന്നെ ഒന്നും ചെയ്യരുത്. നിന്നെ ഒന്നും ചെയ്യില്ല. പക്ഷെ നിന്റെ മോൻ ദിയെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് നീ ഉറപ്പുവരുത്തണം. അവളെ ജീവനോടെ എന്റെ അടുത്ത് എത്തിക്കാൻ പറയണം. അല്ലെങ്കിൽ മകനെ വളർത്തി വഷളാക്കിയ അച്ഛൻ ആദ്യം, പിന്നെ മകനും, 2 പേർക്കും ഞാൻ മുകളിലേക്ക് ടിക്കറ്റ് തരും. ഞാൻ വരാനൊന്നും പറഞ്ഞില്ലല്ലോ. എങ്കിലും ഞാനൊന്ന് വന്നെങ്കിലെന്ന് ആഗ്രഹിച്ച നിമിഷങ്ങളല്ലേ കടന്നുപോയത്. അങ്ങനെ താൻ പ്രാർത്ഥിച്ചില്ലേ? ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. ഉള്ളത് പറയാൻ ചിലർക്ക് വലിയ വിഷമാ. അതെ, ഉള്ളത് പറയാൻ വലിയ വിഷമോ. അതുകൊണ്ടല്ലേ പറയാത്തത്. രചന എന്ന് പറയുന്ന ഒരുത്തിയുടെ ശല്യം സഹിക്കാതെ വന്നപ്പോഴാ അവളെ മര്യാദ പഠിപ്പിക്കണമെന്ന് പറഞ്ഞത്. എന്നിട്ട് അവള് വീണ്ടും എന്റെ മുന്നിലേക്ക് വന്നു, തന്റെ ഇടത്തോടെ തല ഉയർത്തിപ്പിടിച്ച്. അതിനുശേഷം ഇങ്ങനെ ഒരാളെ കണ്ടിട്ടേയില്ല. ഇടയ്ക്ക് ഞാൻ കാണാൻ ശ്രമിച്ചിരുന്നു. അത് ഞാൻ കാണാതെ മാറി നടന്നപ്പോ. ആ പോട്ടെ, ഇപ്പൊ ഞാൻ തനിക്കൊരു വലിയ സഹായം ചെയ്തതല്ലേ. ഈ സമയത്ത് നന്ദി പറയാതെ എന്നെ വിമർശിക്കുകയാണല്ലേ. എനിക്ക് നന്ദിയും കടപ്പാടും ഒക്കെയുണ്ട്. അത് ഈ ജീവിതത്തിൽ മറക്കാനും പറ്റില്ല. കാണണ്ട സംസാരിക്കണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് ഒരുപാട് നാൾ അതിനൊന്നും കഴിയില്ലെന്ന് അറിയായിരുന്നു. പിന്നെ വിശ്വാസവഞ്ചന കാണിച്ചതുകൊണ്ട് എനിക്ക് വാശിയേറിയത്. വിശ്വാസവഞ്ചനയോ? ബുള്ളറ്റിനെ ഒരു കാര്യം ഏൽപ്പിച്ച അത് അതേപടി നടത്തി തരുന്നായിരുന്നു എന്റെ വിശ്വാസം. ആ വിശ്വാസത്തിനല്ലേ കോട്ടം തട്ടിയത്. എന്റെ ദിയെ, താൻ കരുന്ന പോലെ ഈ രചന എന്ന പെൺകുട്ടി അത്ര അഹങ്കാരിയൊന്നുമല്ല. പിന്നെ ജീവിത സാഹചര്യം കൊണ്ട് ഞാനൊരു ഗുണ്ടയായതുപോലെ അവളുടെ ജീവിതത്തിലും ചില തകർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ തകർച്ചയ്ക്ക് കാരണക്കാരി എന്റെ അമ്മയാണോ? എന്താ ഒന്നും മിണ്ടാത്തെ? എന്റെ അമ്മയോടാണ് അവൾക്ക് ശത്രുതയെന്ന് കറണ്ട് സുനി പറഞ്ഞായിരുന്നല്ലോ. അവൻ അങ്ങനെ പറഞ്ഞോ? ഞാൻ കുത്തി കുത്തി ചോദിച്ചപ്പോ പറഞ്ഞതാ. എന്നാലും യജമാനനോടുള്ള സ്നേഹം കൊണ്ട് ഒന്നും വിട്ടു പറഞ്ഞില്ല. ഇനിയിപ്പോ ഞാനായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ എന്നെ പോലെ ഒരാള് അവളെ പോലൊരു പെൺകുട്ടിയെ പറ്റി നല്ലത് പറയണമെങ്കിൽ
അതിൽ കാര്യമുണ്ടെന്ന് താൻ മനസ്സിലാക്കണം. ഇങ്ങനൊക്കെ സംസാരിക്കുമ്പോ അറിയാനുള്ള ആകാംക്ഷ കൂടും. കാര്യം എന്താന്ന് പറയാൻ പറ്റുമെങ്കിൽ ഇനി ആ വിഷയത്തിന്റെ പേരില് നമ്മൾ തമ്മിലൊരു പിണക്കത്തിന്റെ ആവശ്യമില്ലായിരുന്നു. താൻ പിണങ്ങിയാലും ശരി, അത് ഞാൻ പറയില്ല. അത് ഞാൻ അവൾക്ക് കൊടുത്ത വാക്കാ. എനിക്ക് തന്ന വാക്ക് പാലിക്കാതിരിക്കാം അല്ലെ? അവളോട് പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെ നിലനിൽക്കണം അല്ലെ? ഇവിടെ താൻ കരുതുന്നതിനേക്കാളും അപ്പുറം വേദനിച്ചവളാണ് രചന. ഒരു സമയത്ത് അവള് കരഞ്ഞ് കരഞ്ഞില്ലാതായവളാ. ഇപ്പതേ അവൾക്ക് അച്ഛനില്ല, അമ്മയില്ല. അങ്ങനെയുള്ള ഒരുവളെ എനിക്ക് കൂടുതൽ വേദനിപ്പിക്കാൻ പറ്റില്ല. പെൺകുട്ടികളെ കരയിക്കരുതെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന കൂട്ടത്തില ഞാൻ. അവരെന്റെ കരണത്തടിച്ചാലും ചിലപ്പോൾ ഞാൻ തിരിച്ചടിച്ചില്ല എന്ന് വരും. എന്നിട്ടും ഞാൻ അവളെ തട്ടിക്കൊണ്ടുപോയത് തന്റെ വാക്ക് കേട്ടിട്ടാ. എന്നാൽ പിന്നീട് അവള് പറഞ്ഞ കഥകളിൽ കഴമ്പുണ്ടെന്ന് തോന്നിയപ്പോ എനിക്ക് സൈലന്റ് ആവാൻ തോന്നി. ഒരു കാര്യം ഞാൻ പറയുക, ഇനി രചന വഴക്കിനായിട്ട് മുന്നോട്ട് വന്നാൽ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.